നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP രണ്ടാം സെമസ്റ്റർ BA വിദ്യാർത്ഥികളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് AEC മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സർഗാത്മക രചനയെ കുറിച്ചാണ്. സർഗാത്മകം അല്ലെ, ക്രിയേറ്റീവ്. അതായത് എങ്ങനെ സർഗാത്മക രചനകളിൽ എന്തൊക്കെയാ വരിക? കഥ, കവിത, നോവൽ, നാടകം, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്, എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പൊ സർഗാത്മക രചന നോട്ടൊക്കെ റെഡിയാണ്. നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ ഗ്രൂപ്പിലേക്ക് കയറിക്കോളൂ കേട്ടോ. അപ്പൊ നോക്കാം സർഗാത്മക രചനയെ കുറിച്ച് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. നവീനമായ ഒന്നിനെ ഭാവനയിൽ സൃഷ്ടിക്കുകയാണ് സർഗ പ്രക്രിയ. എന്താണ് ഈ സർഗ പ്രക്രിയ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നവീനമായ ഒന്നിനെ, ഒരു പുതിയ ഒരെണ്ണത്തിനെ, ഒരു കാര്യത്തെ ഭാവനയിൽ സൃഷ്ടിക്കുന്ന പരിപാടിയാണ് എന്ത്? സർഗ പ്രക്രിയ. അതിപ്പം കവിതയായാലും കഥയായാലും നോവലായാലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ ജീവിത സന്ദർഭങ്ങളുമായി അതിനെ ഇണക്കി ചേർക്കുമ്പോഴേ ആസ്വാദ്യമാവുകയുള്ളൂ. ശരിയല്ലേ? നമ്മൾ പുതിയൊരു കാര്യം, സർഗപ്രക്രിയ, നമ്മുടെ ഭാവനയിലൂടെ, ഇമാജിനേഷനിലൂടെ നമ്മളൊരു കാര്യം കണ്ടെത്തുന്നു. അത് ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ആ ഒരു കവിത, ആ ഒരു സംഭവം നമുക്ക് നമ്മുടെ ജീവിത സന്ദർഭങ്ങളുമായിട്ട് ആ ഒരു തിയറിനെ കൂട്ടിക്കലർത്താൻ പറ്റിയാലേ, ഇണക്കി ചേർക്കാൻ പറ്റിയാലേ എന്താവുന്നുള്ളൂ? ആസ്വാദ്യകരമാവുന്നുള്ളൂ, എന്റർടൈൻ ചെയ്യാൻ പറ്റൂ. അപ്പോ നവീനമായ ഒന്നിനെ, പുതുതായ ഒന്നിനെ ഭാവനയിൽ, ഇമാജിനേഷനിൽ സൃഷ്ടിക്കുന്നതാണ് എന്താ? സർഗ പ്രക്രിയ എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റിയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് പുതിയൊരു കാര്യം. പക്ഷേ ആ ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന കാര്യത്തെ നമ്മുടെ ജീവിത സന്ദർഭങ്ങളുമായി അതിനെ ഇണക്കി ചേർക്കുമ്പോഴേ ആസ്വാദ്യമാവുകയുള്ളൂ. നമ്മൾ ഏത് കഥ വായിക്കുമ്പോഴും അതിലുണ്ടാവുക നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരുടെ കഥ തന്നെയായിരിക്കും. പക്ഷെ അതിൽ ഓരോ കഥയുടെയും ഉള്ളില് ആ എഴുത്തുകാരൻ ഉണ്ടാക്കിയെടുത്ത ആ സർഗ പ്രക്രിയ ഉണ്ടായിരിക്കും, അടങ്ങിയിരിക്കും. നന്നായിട്ട് വായിക്കാൻ അറിയാവുന്ന ആൾക്ക്, നല്ല രീതിയിൽ സിനിമ കാണാൻ അറിയാവുന്ന ആൾക്ക് അത് കണ്ടെത്താൻ പറ്റുകയും ചെയ്യും. ഇനി അക്കാദമികമോ സാങ്കേതികമോ അല്ലാത്ത എഴുത്തിനെയാണ് സർഗാത്മക രചന എന്ന് വിളിക്കുന്നത്. അറിയാലോ, അക്കാദമികം, നമ്മളൊരു പാഠപുസ്തകമൊക്കെ എഴുതുമ്പോൾ അതിനെ നമ്മൾ സർഗാത്മകം എന്ന് പറയോ? ഇല്ലല്ലോ. സാധാരണയായിട്ട് കഥ, കവിത അങ്ങനെയൊക്കെയല്ലേ വരുന്നത്. പിന്നെ അപ്പൊ അക്കാദമികമോ അല്ലെങ്കിൽ സാങ്കേതികമോ അല്ലാത്ത എഴുത്തിനെയാണ് സർഗാത്മക രചന എന്ന് വിളിക്കുന്നത്. കഥ, കവിത, നാടകം, തിരക്കഥ, നോവൽ എന്നിങ്ങനെ ഭാവനയും സവിശേഷമായ ആഖ്യാന രീതിയും കൈകോർക്കുന്നവയെല്ലാം സർഗാത്മക രചനകളാണ്. സർഗാത്മക രചനയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഒന്ന് ഭാവന, ഇമാജിൻ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുകയാണ്. പിന്നെ സാധാരണ നേരിട്ട് പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ശാസ്ത്രകൃതിയുടെ അല്ലെങ്കിൽ ഒരു പിന്നെ അക്കാദമിക സാങ്കേതിക രചനയുടെ രീതിയല്ല, ആഖ്യാന രീതിയല്ല, അവതരണ രീതി അല്ല ആർക്ക്? സർഗാത്മക രചനയ്ക്ക്. പിന്നെ ചിന്തകളും വികാരങ്ങളും ആശയങ്ങളും വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. ചിന്തകളും വികാരങ്ങളും ആശയങ്ങളും ഒക്കെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയാണ് സർഗാത്മക രചനയിൽ. ഓക്കെ. ഇനി അക്കാദമിക രചനകൾ ബുദ്ധിയുടെ നിയന്ത്രണത്തിലാണ്. ശരിയല്ലേ? നമുക്ക് പഠിക്കാനുള്ള അക്കാദമിക് റൈറ്റിംഗ്സ്, അക്കാദമിക രചനകൾ ബുദ്ധിയുടെ നിയന്ത്രണത്തിലാണ്. ചിന്തയുടെ പ്രകാശനമാണ് അവിടെ. എന്നാൽ ഭാവനയാണ് സർഗാത്മക രചനയുടെ കർത്താവ്. അപ്പം നമ്മളൊരു അക്കാദമിക രചന നടത്തുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രൂത്തിനെ കുറിച്ച്, ഫാക്ടിനെ കുറിച്ചൊക്കെ നടത്തുന്ന ഒരു രചന നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഭാവന അതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം, കിഡ്നിക്ക് ബാധിക്കാൻ സാധ്യതയുള്ള അസുഖങ്ങൾ. അപ്പൊ കുറെ ഭാവനയിൽ അങ്ങ് എഴുതാൻ പറ്റുമോ നമുക്ക്? ഇല്ലല്ലോ. കിഡ്നിയെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, അതായത് RFT, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്തു നോക്കണം, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ്, യൂറിയ, ഇതിന്റെ ഒക്കെ അളവ് നോക്കണം, കിഡ്നിക്ക് വല്ല അസുഖം ഉണ്ടെങ്കിൽ ഇതിന്റെ അളവുകളൊക്കെ ഏറിയും കുറഞ്ഞു ഇരിക്കും. അതൊന്നും നമ്മുടെ ഭാവന ഇല്ലല്ലോ. മനസ്സിലായോ? അപ്പൊ അക്കാഡമിക്സ് രചനകളിൽ പൊതുവെ ഭാവനയില്ല. അക്കാദമിക രചനകൾ ബുദ്ധിയുടെ നിയന്ത്രണത്തിലാണ്, ചിന്തയുടെ പ്രകാശനമാണ് അവിടെ. എന്നാൽ ഭാവനയാണ് സർഗാത്മക രചനയുടെ കർത്താവ്, അല്ലെ? ക്രിയേറ്റീവ്. ഇപ്പൊ കഥാ, കവിതയൊക്കെ എഴുതുമ്പോഴത്തേക്ക് എന്താണ്? ഭാവനയാണ്. ഒരേ പ്രമേയം തന്നെ പലരുടെ രചനകളിൽ നാം വായിക്കാറുണ്ട്. ഒരേ വിഷയത്തിൽ, ഒരേ പ്രമേയത്തില് രചനകൾ എഴുതുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് കാരൂരിന്റെ മോതിരം എന്ന് പറയുന്ന കഥ, MT യുടെ വാനപ്രസ്ഥം എന്ന കഥ, T പത്മനാഭന്റെ ഗൗരി എന്ന കഥ. ഈ കഥകളിലെല്ലാം കേന്ദ്ര വിഷയം സമാനമാണ്. ഈ പറഞ്ഞ 3 കഥകളിലും അതിന്റെ കേന്ദ്ര വിഷയം അല്ലെങ്കിൽ അതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ തീം എന്ന് പറയുന്നത് സെയിം ആണ്. വാർദ്ധക്യത്തിലെത്തിയവരോ വയസ്സായവരോ അഥവാ മധ്യവയസ്സ് പിന്നിട്ടവരോ ആയ കഥാപാത്രങ്ങൾ, പ്രണയ സാക്ഷാത്കാരത്തിനുള്ള അവരുടെ ചോദനകൾ, ഇതൊക്കെയാണ് ഈ പറഞ്ഞ 3 കഥകളിലുള്ളത്. MT യുടെ വാനപ്രസ്ഥമായാലും കാരൂരിന്റെ മോതിരമായാലും പത്മനാഭന്റെ ഗൗരി ആയാലും ഒക്കെ ഏറെക്കുറെ ഒരേ കഥ തന്നെയാണ്. എന്നാൽ ഇക്കഥകൾ ഒന്നും തന്നെ മറ്റേതിന്റെ പകർപ്പല്ല. അതാണ് സർഗാത്മകതയുടെ ശക്തി. ഒരേ പ്രമേയം എടുത്തു കഴിഞ്ഞാലും ഓരോ എഴുത്തുകാരൻ എഴുതുമ്പോൾ അത് വെവ്വേറെ ആവുന്നത്, വെവ്വേറെ രചനകളായിട്ട്, മറ്റതിന്റെ കോപ്പി ആയിട്ട് മാറാത്തത് ആ സർഗശേഷി കൊണ്ടാണ്. T പത്മനാഭന്റെ സർഗശേഷി അല്ല MT ക്ക്, അദ്ദേഹത്തിന്റെ സർഗശേഷി അല്ല കാരൂരിന്.
കഥാപാത്ര സ്വഭാവം, അവരുടെ ജീവിത പരിസരം ആവിഷ്കരിക്കുന്നതിന് സ്വീകരിച്ച ഭാഷയുടെ വ്യത്യസ്തത എന്നിവയെല്ലാമാണ് അവയെ വെവ്വേറെ അസ്തിത്വമുള്ള കഥകളാക്കുന്നത്. മനസ്സിലായോ? കഥാപാത്രങ്ങളുടെ സ്വഭാവം. ഇപ്പം ഗൗരിയുടെ കഥാപാത്രമല്ല മോതിരം എന്ന് പറയുന്ന കഥയിലെ കുഞ്ഞിക്കാവമ്മയ്ക്കുള്ളത് എന്നുള്ളത് ആലോചിക്കുക. അപ്പൊ കഥാപാത്ര സ്വഭാവം, അവരുടെ ജീവിത പരിസരം ആവിഷ്കരിക്കുന്നതിന് സ്വീകരിച്ച ഭാഷയുടെ വ്യത്യസ്തത എന്നിവയെല്ലാമാണ് അവയെ വെവ്വേറെ അസ്തിത്വമുള്ള കഥകളാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇല്ലാത്തതോ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്തതോ ആയ കാര്യങ്ങളുടെ മാനസിക രൂപങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള കഴിവാണ് ഭാവന. എന്താണ് ഇമാജിനേഷൻ, ഭാവന? നമ്മൾ ഇതിനെ ഇവിടെ ഭാവന പറയുന്നത്, ഭാവനയാണല്ലോ സർഗാത്മക രചനയുടെ ബേസ് എന്ന് പറയുന്നത്. ഭാവനയുള്ളവർക്കല്ലേ ഈ കഥയും കവിതയും ഒക്കെ എഴുതാൻ പറ്റൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഇല്ലാത്തതോ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്തതോ ആയ കാര്യങ്ങളുടെ മാനസിക രൂപങ്ങൾ, ശരിക്കില്ല, ഇന്നോളം അനുഭവിച്ചിട്ടില്ല, അതിന്റെ മാനസിക രൂപങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള കഴിവാണ് ഭാവന. ഇല്ലാത്തതിനെ ഉണ്ടാക്കാനുള്ള കഴിവ്, അതാണ് സൃഷ്ടിയെ നവീനമാക്കി മാറ്റുന്നത്. പലരിലെ സ്വഭാവ രൂപ സവിശേഷതകളെ ഒരാളിലേക്ക് ഉരുക്കി ചേർത്ത് പുതിയ വ്യക്തിയെ ഉണ്ടാക്കാനും പരസ്പര ബന്ധമില്ലാത്ത കാലങ്ങളെ ചേർത്ത് പുതിയ സന്ദർഭം ഉണ്ടാക്കാനും വ്യത്യസ്ത ദേശ സവിശേഷതകളെ ചേർത്ത് വെച്ച് പുതിയ ദേശം സൃഷ്ടിക്കാനും എഴുത്തുകാരെ സഹായിക്കുന്നത് ഭാവനയാണ്. എടാ, ഇപ്പൊ നമ്മളൊരു കഥ എഴുതുമ്പോൾ ആ കഥാപാത്രത്തിന് കൊടുക്കുന്ന സവിശേഷത നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ മാത്രം കണ്ട സവിശേഷതയായിരിക്കും. നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് വ്യക്തികളുടെ സ്വഭാവങ്ങൾ നമ്മൾ എഴുതുന്ന ആ കഥാപാത്രത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ ഉണ്ടാവുന്നുള്ള പലരിലെ സ്വഭാവ രൂപ സവിശേഷതകളെ ഒരാളിലേക്ക് ചുരുക്കി ചേർത്ത് പുതിയ വ്യക്തിയെ ഉണ്ടാക്കുക. എങ്ങനെ? ഭാവനയിലൂടെ. നമ്മൾ സൃഷ്ടിക്കുന്ന കഥാപാത്രത്തിന് പരസ്പര ബന്ധമില്ലാത്ത കാലങ്ങളെ ചേർത്ത് പുതിയ സന്ദർഭം ഉണ്ടാക്കുക, വ്യത്യസ്ത ദേശ സവിശേഷതകളെ ചേർത്ത് വെച്ച് പുതിയ ദേശം സൃഷ്ടിക്കുക. ഇതിനൊക്കെ എഴുത്തുകാരെ സഹായിക്കുന്നത് അവരുടെ ഭാവനയാണ്, ഇമാജിനേഷൻ ഉള്ളതുകൊണ്ടാണല്ലോ. പ്രതിഭയെ ശക്തിപ്പെടുത്തുന്ന പരിശീലന പ്രക്രിയയാണ് അഭ്യാസം. നമ്മുടെ ഉള്ളിലുള്ള ആ പ്രതിഭയെ ശക്തിപ്പെടുത്തുന്ന പരിശീലന പ്രക്രിയയാണ് അഭ്യാസം. എന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം എഴുതി നോക്കുക. സർഗാത്മക രചനയാണെങ്കിൽ അതാണ് അഭ്യാസം എന്ന് പറയുന്നത്. എഴുതിക്കഴിഞ്ഞ സൃഷ്ടി തേച്ച് മിനുക്കി എടുക്കുന്ന പ്രക്രിയ ഓരോ രചയിതാവും നിരന്തരം തുടരേണ്ടതുണ്ട്. നമ്മളൊരു സർഗ പ്രക്രിയ നടത്തുമ്പോൾ, ഒരു കഥയോ കവിതയോ നാടകമോ തിരക്കഥയോ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എഴുതി കഴിഞ്ഞ സൃഷ്ടി, കവിതയാണെങ്കിൽ കവിത എഴുതി കഴിഞ്ഞതിന് ശേഷം അത് തേച്ച് മിനുക്കി എടുക്കുന്ന പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും തിരുത്തുക. ഓരോ രചയിതാവും നിരന്തരം ഇത് ചെയ്യണം. നിരന്തരമായ പരിശീലനത്തിലൂടെയാണ് ഒരു മികച്ച സർഗാത്മക സാഹിത്യകാരൻ ജനിക്കുന്നത്. അറിയാലോ. എന്തെഴുതുന്നു, എന്തിനെഴുതുന്നു, ആർക്ക് വേണ്ടി എഴുതുന്നു, ഈ ബോധ്യമാണ് എഴുത്തിലെ അടിസ്ഥാന ഘടകം. ശരിയല്ലേ? എന്തെഴുതുന്നു, എന്തിനെഴുതുന്നു, ആർക്ക് വേണ്ടി എഴുതുന്നു, ഈ ബോധ്യമാണ് എഴുത്തിലെ അടിസ്ഥാന ഘടകം. ഇപ്പൊ ആർക്ക് വേണ്ടി എഴുതുന്നു ഒക്കെ ചോദിക്കുമ്പോൾ, ഞാനിപ്പോ ഒരു ബാലസാഹിത്യ കൃതി, ഒരു ബാലരമയിലുള്ള ഒരു കഥ പോലത്തെ കാര്യം ഞാൻ എഴുതുമ്പോൾ അതിലെനിക്ക് വലിയ ജീവിത സംഘർഷങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അതാണ് നമ്മൾ എഴുതുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ വായനക്കാരൻ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ വിഷയത്തിനനുസരിച്ച് ഭാഷയും വായനക്കാർക്കനുസരിച്ച് വിഷയവും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ എടുക്കുന്ന വിഷയത്തിനനുസരിച്ചിട്ട് ഭാഷ, ഒരു കുട്ടി കവിതയാണ് ഞാൻ എഴുതുന്നതെങ്കിൽ വലിയ ആലങ്കാരിക ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല. അതേസമയം വായനക്കാർക്കനുസരിച്ച് വിഷയവും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാലസാഹിത്യം കുട്ടികൾക്ക് വായിക്കാനാണ് ഞാൻ എഴുതുന്നതെങ്കിൽ വലിയ ദാമ്പത്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ലോകത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളൊരു സർഗ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഭാഷ വായനക്കാർക്കനുസരിച്ചായിരിക്കണം. ഓക്കെ, വായനക്കാർക്ക് കടിച്ചാൽ പൊട്ടുന്നതായിരിക്കണം. വിഷയവും തിരഞ്ഞെടുക്കേണ്ടത് എന്താണ്, അവരുടെ ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് എഴുതുന്നത് നോക്കിയിട്ടായിരിക്കണം. എഴുത്തിലെ ഏറ്റവും പ്രധാന ഘടകം വിഷയം അഥവാ ഉള്ളടക്കമാണ്, കണ്ടന്റ് ആണ്. ഒരു എഴുത്തിലെ ഏറ്റവും പ്രധാന ഘടകം അതിന്റെ വിഷയം അഥവാ കണ്ടന്റ്, ഉള്ളടക്കമാണ്. അതിനെ തീം എന്ന് വിളിക്കാം. ആ ഉള്ളടക്കത്തെ നമുക്ക് എന്ത് വിളിക്കാം? തീം എന്ന് വിളിക്കാം. ഉദാഹരണത്തിന്, എല്ലാ താരാട്ട് പാട്ടിലും ഒരൊറ്റ തീമല്ലേ ഉള്ളൂ, മാതൃവാത്സല്യം. മാതൃവാത്സല്യം എന്ന തീമാണ് എല്ലാ താരാട്ട് പാട്ടുകളുടെയും അടിസ്ഥാനം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ധാരാളം താരാട്ട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ തീമെല്ലാത്തിന്റെയും മാതൃവാത്സല്യമാണ്. പക്ഷെ അതിലുള്ള സന്ദർഭങ്ങളെല്ലാം സെയിം ആണോ? അല്ല. സംഭവങ്ങളെല്ലാം സെയിം ആണോ? അല്ല. അപ്പൊ അതാണ് പറഞ്ഞു വരുന്നത്, തീമിനെ എഴുത്തുകാർ സംഭവങ്ങളും കഥാപാത്രങ്ങളും അവയുടെ വികാസ പരിണാമങ്ങളും എല്ലാം ഉള്ള ഇതിവൃത്തമാക്കി മാറ്റുന്നു. ഇപ്പൊ ഉദാഹരണത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാരൂരിന്റെ മോതിരം എടുത്താലും വാനപ്രസ്ഥം MT യുടെ എടുത്താലും ഗൗരി എടുത്തു കഴിഞ്ഞാലും ആരുടെ, ടി പത്മനാഭന്റെ, അതിലൊക്കെ തീം സെയിം ആണ്, മധ്യവയസ്സ് വീണിട്ട ആൾക്കാരുടെ പ്രണയം. പക്ഷെ ഈ തീമിനെ എഴുത്തുകാർ സംഭവങ്ങളും കഥാപാത്രങ്ങളും അവയുടെ വികാസ പരിണാമങ്ങളും എല്ലാം ഉള്ള ഇതിവൃത്തമാക്കി മാറ്റുന്നു. പക്ഷെ ഇതിന്റെ ഇപ്പറഞ്ഞ മൂന്ന് കഥയുടെ ഇതിവൃത്തം സെയിം ആണോ? അല്ല. അതിന്റെ പ്ലോട്ട് സംഭവം വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ തീമാണ് പറയുന്നതെങ്കിലും, മധ്യവയസ്സ് വീണിട്ടവരുടെ പ്രണയമാണെങ്കിലും ഇന്നേ കഥയിലുള്ള പോലെയല്ല അടുത്ത കഥയിൽ അതിന്റെ ഇതിവൃത്തം എന്തുണ്ട്, വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഒരു തീം തന്നെ അനവധി ഇതിവൃത്തങ്ങളാക്കി മാറ്റുന്നു, ഉറപ്പായിട്ടും അല്ലേ? അപ്പം ഈ പറഞ്ഞ ഒരൊറ്റ വിഷയം തന്നെ നമുക്ക്
ഒറ്റ തീം തന്നെ, ഈ മധ്യവയസ്സ് പിന്നിട്ടവരുടെ പ്രണയം എന്ന് പറയുന്ന ഒറ്റ തീം തന്നെ എത്ര ഇതിവൃത്താക്കി മാറ്റാം. കഥാപാത്രങ്ങളെ മാറ്റുക, സംഭാഷണങ്ങൾ മാറ്റുക, അവരുടെ സാഹചര്യം മാറ്റുക, അങ്ങനെ അങ്ങനെ അങ്ങനെ. നമ്മൾ വായിച്ച സാമൂഹിക നോവലുകളോ പ്രണയ കഥകളോ ത്രില്ലറുകളോ വ്യത്യസ്ത രചനകളായത് അവയുടെ ഇതിവൃത്തത്തിന്റെ വ്യത്യസ്തത കൊണ്ടാണ് അല്ലെ? ശരിയല്ലടാ. നമ്മളിപ്പോ ഒരുപാട് കുറ്റാന്വേഷണ സിനിമകൾ കാണുന്നു, അല്ലെങ്കിൽ സൈക്കോ പടങ്ങൾ കാണുന്നു. അപ്പൊ ഈ സൈക്കോ പടങ്ങളിലെല്ലാം നിങ്ങൾ കാണുന്നത് ഒരേ തീം എന്നല്ലേ? അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിലൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരേ തീം എന്നല്ലേ? എന്തെങ്കിലും ഒരു ക്രൈം ഉണ്ടാവുന്നു, അതിനെ അന്വേഷിച്ചു പോകുന്നു, അത് കണ്ടെത്തുന്നു. പക്ഷെ ഒരു സിനിമയിൽ നിന്ന് മറ്റേത് കോപ്പിയായിട്ട് നമുക്ക് തോന്നാത്തത് എന്താ? അല്ലെങ്കിൽ രണ്ടും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? ഇതിന്റെ ഇതിവൃത്തം ആയിരിക്കില്ലേ അതിൻ്റെത്? തീം രണ്ടും സെയിം ആയിരിക്കും. ഒരു ക്രൈം നടക്കുന്നു, അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. പക്ഷെ ഇതിലുള്ള സാഹചര്യങ്ങൾ, കഥാപാത്രങ്ങളുടെ ജീവിതം, സംഭവങ്ങൾ, സ്ഥലങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അടുത്ത സിനിമയിൽ വേറെതായിരിക്കും. അതാണ് ഇതിവൃത്തം ചേഞ്ച് ആകുക എന്ന് പറയുന്നത്. മനസ്സിലായോ? തീം സെയിം ആണെങ്കിലും. ഇപ്പൊ ലവ് സ്റ്റോറി നമ്മൾ എത്ര കണ്ട് ആനന്ദിക്കുന്നു. ഈ ലവ് സ്റ്റോറിയിൽ എല്ലാം തീം ഒന്നല്ലേ? രണ്ടുപേര് പ്രണയിക്കുന്നു, പിന്നെ ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അവർ ഒന്നിക്കുന്നു, അല്ലെങ്കിൽ ഒന്നിക്കാതെ പോകുന്നു. ഒറ്റ തീമല്ലേ? പിന്നെ എങ്ങനെയാണ് നമുക്ക് പ്രണയം സിനിമയും അനിയത്തിപ്രാവ് സിനിമയും ഇപ്പോഴും പിന്നെ എന്താ പറയാ ആസ്വദിക്കാൻ പറ്റുന്ന? രണ്ടിലും തീം ഒന്ന് തന്നെയല്ലേ? തട്ടത്തിൻ മറയത്തൊരേ തീമല്ലേ? എങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നു? ഇതിന്റെ ഇതിവൃത്തം വെവ്വേറെയാണ്. സാഹചര്യങ്ങളും സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വെവ്വേറെയാണ്. ഉചിതമായ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും വായനക്കാരെ കൃതിയിൽ പിടിച്ചു നിർത്തുന്ന ആഖ്യാനവും ചേരുമ്പോഴാണ് നല്ല കൃതി പിറക്കുന്നത്. ശരിയല്ലേ? നല്ലൊരു രചന, ഉചിതമായ സന്ദർഭങ്ങള്, കഥാപാത്രങ്ങള്, വായനക്കാരെ കൃതിയിൽ പിടിച്ചു നിർത്തുന്ന ആഖ്യാനം, അവതരിപ്പിക്കുന്ന രീതി, ഇതൊക്കെ ചേരുമ്പോഴാണ് നല്ല കൃതി പിറക്കുന്നത്. ഒരാൾ ഒരു സർഗാത്മക രചന നിർവഹിക്കാൻ തീരുമാനിച്ചാൽ പറയാൻ പോകുന്ന വിഷയത്തെ ആഴത്തിൽ അറിയുക എന്നത് അത്യാവശ്യമാണ്. വളരെ ശരിയാണ്. കാര്യം നമ്മൾ ഒരു കഥ എഴുതാൻ തീരുമാനിക്കുമ്പോൾ ആ കഥാ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുന്ന പശ്ചാത്തലം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിച്ചിരിക്കണം. ഉദാഹരണത്തിന് നമ്മളിപ്പോ എന്താ പറയാ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ ഇപ്പം നമ്മൾ തലയാണ മന്ത്രം എന്ന് പറയുന്ന സിനിമ, അതില് തലയാണ മന്ത്രം അല്ല, ആ സീരീസിൽ തന്നെ വന്ന ശ്രീനിവാസന്റെ ഒരു പടം ഉണ്ടായിരുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് മുമ്പ് വായിച്ചിരുന്നു. ഒരു തട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു പിന്നെ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ, പൊന്മുട്ടിടുന്നത് ആറാവാൻ തോന്നുന്നു. അപ്പൊ അതില് ആ തട്ടാന്റെ ജീവിതവും കാര്യങ്ങളൊക്കെ, തട്ടാനായിട്ട് അഭിനയിക്കുമ്പോൾ ആ ജീവിതവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ കൂടെ കുറെ സമയം ചെലവഴിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ സല്ലാപൻ സിനിമയിൽ ആശാരിപ്പണിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ആശാരികളുടെ കൂടെയൊക്കെ കൂടുതൽ ഇടപെട്ടിട്ട് അവരുടെ കൂടെ കുറെ സഹവസിച്ചിട്ടൊക്കെ നമ്മൾ ആഴമുണ്ടാക്കുക. അപ്പോഴാണ് നമുക്ക് അത് അവതരിപ്പിക്കാൻ പറ്റുക. മനസ്സിലായോ? ഇപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ നടക്കുന്ന കഥയാണ് നമ്മൾ എഴുതാൻ പോകുന്നതെങ്കിൽ ഹോസ്പിറ്റലിൽ കുറെ പോയി നിന്ന് അവിടുത്തെ കാഷ്വാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളും അവിടെ എവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പൊ ഒരാൾ ഒരു സർഗാത്മക രചന നിർവഹിക്കാൻ തീരുമാനിച്ചാൽ പറയാൻ പോകുന്ന വിഷയത്തെ ആഴത്തിൽ അറിയുക എന്നത് അത്യാവശ്യമാണ്. ഫ്രഞ്ച് സാഹിത്യകാരനായ എമിലി സോള തന്റെ ജെർമിനൽ എന്ന നോവലിൽ കൽക്കരി ഖനിയിലെ ജീവിതം ആവിഷ്കരിക്കാനുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ 150 അടിയിലേറെ ആഴത്തിലുള്ള ഖനിയിലേക്കാണ് പോയത്. അങ്ങനെ അനുഭവവേദ്യമാക്കി കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ എഴുതാൻ പറ്റൂ. അത് അനുഭവിക്കുന്ന ഒരാളായിട്ട് എഴുതാൻ പറ്റൂ. എഴുത്തിന് മിഴിവുണ്ടാവും. അതാണ് നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തിൽ നമുക്ക് ആഴത്തിലുള്ള അറിവ് വേണം. താൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള നീണ്ട നാളത്തെ പഠന നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് പലരും എഴുതാൻ ആരംഭിക്കുന്നത്. ഇങ്ങനെ സൂക്ഷ്മമായി അറിഞ്ഞ കാര്യങ്ങളെ അതേപടി ആവിഷ്കരിക്കുകയല്ല അടുത്ത പടി. അപ്പൊ നമ്മൾ ഒരു കഥ എഴുതാൻ പോകുമ്പോൾ അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് കാലങ്ങളായിട്ട് പഠിച്ചു വെച്ചിട്ടാണ് എഴുതാൻ തുടങ്ങുന്നത്. എന്ന് വെച്ചിട്ട് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് അറിഞ്ഞ കാര്യങ്ങളെ അതേപടി എഴുതി തീർക്കുകയല്ല അടുത്ത പടി. കാരണം സർഗാത്മക രചനയാണ്. തന്റെ വിഷയത്തെ നവീനമായ അനുഭവമാക്കി വായനക്കാർക്ക് നൽകേണ്ടതുണ്ട് അല്ലെ? വായനക്കാർക്ക് അതൊരു പുതിയ അനുഭവമാക്കി നൽകേണ്ടതുണ്ട്. അതിനായി ഭാവനയുടെ സഹായത്തോടെ ഉള്ളടക്കത്തെ ഇതിവൃത്തമാക്കി മാറ്റുന്നു. വെറും ഈ കണ്ടന്റ് പഠിച്ചു വെച്ചിട്ട് അത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് അവതരിപ്പിച്ചാൽ പോരാ. അത് നമുക്ക് വായനക്കാർക്ക് പുതിയൊരു അനുഭവമായിട്ട് കൊടുക്കണം. അതിനായിട്ട് ഭാവനയുടെ സഹായത്തോടെ ഉള്ളടക്കത്തെ, ഈ കണ്ടന്റിനെ, തീമിനെ ഇതിവൃത്തമാക്കി മാറ്റുന്നു. എന്ന് വെച്ചാൽ ഇപ്പറഞ്ഞ ആശയം അവതരിപ്പിക്കാൻ വേണ്ടി അതിന്റെ ഒരു സാഹചര്യം നമ്മൾ കെട്ടിരൂപപ്പെടുത്തുന്നു. ക്രിയകളുടെ ശ്രേണിയാണ് ഇതിവൃത്തം. കഥാപാത്രങ്ങളിലൂടെയാണ് ഇതിവൃത്തത്തിലെ ക്രിയാഗതി നിർവഹിക്കപ്പെടുന്നത്. കാര്യകാരണ ബന്ധമുള്ള സംഭവങ്ങളും സ്ഥലകാല പൊരുത്തവും ദീക്ഷിച്ചു വേണം ഇതിവൃത്തം തയ്യാറാക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യകാരണ ബന്ധമുള്ള സംഭവങ്ങൾ, നമുക്കിപ്പോ ഒരു സിനിമ കാണുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു കൽക്കരി ഖനിയിൽ നടക്കുന്ന കഥയാന്ന് വിചാരിച്ചോ. അപ്പൊ അത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ അതെ ഇതിവിടെ നടക്കുന്ന സംഭവമാണെന്ന് നമുക്ക് തോന്നണം. അല്ലാണ്ട് കെട്ടി ഉണ്ടാക്കിയതുപോലെ നമുക്ക് തോന്നരുത്. റിയൽ ആയിരിക്കും. നമ്മൾ ഭാവനയാണ് നമ്മൾ നിർമ്മിക്കുന്നതാണെങ്കിലും അവതരിപ്പിക്കുമ്പോൾ അത് റിയൽ ആണെന്ന് തോന്നണം. ഓക്കെ, ഓരോ രചനയിലും അതിന്റെ പശ്ചാത്തലത്തിന് ആവശ്യമായ രീതിയിലുള്ള സന്ദർഭങ്ങളെ ഉൾപ്പെടുത്താവൂ എന്നുള്ളതാണ്. എഴുതുന്നതിന് മുമ്പ് ഒരു രൂപരേഖ മനസ്സിലെങ്കിലും തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഈ മുൻധാരണകൾ തെറ്റിച്ചെയ്ത്ത് വഴിമാറി ഒഴുകുകയും ആവാം. നമ്മളിപ്പോ ഒരു കഥയോ കവിത എഴുതുമ്പോൾ ഇങ്ങനെയാ വേണ്ടതെന്നുള്ള ഒരു രൂപരേഖ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. എന്നാലും ചിലപ്പോൾ ഈ പറഞ്ഞ പ്ലാനൊക്കെ തെറ്റിച്ചിട്ട് എന്താവാം, എടുത്ത് വഴിമാറി ഒഴുകുകയും ആവാം. ഈ സിനിമകളെ കുറിച്ചൊക്കെ ചിലർ പറയുന്നേക്കാം, ഇതൊന്നും സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഡയലോഗ് ആയിരുന്നു, ആ സിനിമയുടെ ഇടയിൽ അങ്ങ് വന്നതാണ്. അങ്ങനെ പ്ലാന്റെ അപ്പുറത്തോട്ടും പോവാം.
ഇതിവൃത്തത്തിന്റെ രൂപരേഖ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ആഖ്യാതാവ് ആരാണ് എന്ന് തീരുമാനിക്കുകയാണ് അടുത്ത പടി. എന്ന് വെച്ചാൽ ഇതിവൃത്തം ഇങ്ങനെയൊക്കെയാണ് ഈ രചനയിൽ വേണ്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ആഖ്യാതാവ് ആരാണ്, ആര് പറയുന്ന രീതിയിലാണ് ഈ കൃതി വേണ്ട. കഥയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ കഥകൾ മുഴുവൻ അറിയാവുന്ന എഴുത്തുകാരൻ പറയുന്ന രീതിയിൽ കഥ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ അതിലുള്ള ഏതെങ്കിലും കഥാപാത്രം പറയുന്ന രീതിയിൽ കഥ അവതരിപ്പിക്കാം. അങ്ങനെ ഏത് ആഖ്യാതാവ് ആരാണ് എന്ന് തീരുമാനിക്കുകയാണ് അടുത്ത പടി. ഉള്ളടക്കം അവതരിപ്പിക്കുന്ന ആളെയാണ് ആഖ്യാതാവ് എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പല കഥകളിലും ഇപ്പം ബഷീറിന്റെ കഥകളിലൊക്കെ നോക്കുമ്പോൾ ഞാൻ എനിക്ക് പറ്റിയത് അങ്ങനെയാ പോകുന്നത്. അപ്പൊ അദ്ദേഹം തന്നെയാണ് ആഖ്യാതാവ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു കഥാപാത്രം സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് കഥ കൊണ്ടുപോകാം. ഇനി അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കി വെച്ച എഴുത്തുകാരൻ പിന്നെ മൂന്നാമതൊരാളായിട്ട് നിന്നിട്ട് കഥ പറയുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം. ഉള്ളടക്കം അവതരിപ്പിക്കുന്ന ആളെയാണ് ആഖ്യാതാവ് എന്ന് വിളിക്കുന്നത്. എഴുത്തുകാരൻ കഥ പറയുന്ന രീതിയിലോ കഥാപാത്രങ്ങളുടെ ഓർമ്മക്കുറിപ്പായോ സംഭാഷണ രൂപത്തിലോ എങ്ങനെ വേണമെങ്കിലും എഴുതാൻ കഴിയും. രചയിതാവിന്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളാണ്, രചയിതാവിന്റെ വ്യക്തിപരമായ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമാണ് ഇവയെല്ലാം തിരഞ്ഞെടുക്കുന്നത്. ഏതെല്ലാം, എങ്ങനെ കഥ അവതരിപ്പിക്കണം, എഴുത്തുകാരൻ പറയുന്ന രീതിയിൽ വേണോ, കഥാപാത്രം പറയുന്ന രീതിയിൽ വേണോ, അതൊക്കെ എഴുത്തുകാരന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ സാഹിത്യം എഴുതാമെന്ന് പൊതുവായ ഒരു പദ്ധതി നിർദ്ദേശിക്കാനാവില്ല. ഇങ്ങനെയേ സാഹിത്യം പറ്റുമെന്ന് പറയാനാവില്ല. കുറെയൊക്കെ എഴുത്തുകാരുടെ സ്വാതന്ത്ര്യമാണ്. കഥാവികാസം വായനക്കാരിൽ അവിശ്വാസം ജനിപ്പിക്കാത്ത സ്വാഭാവികമായ ഇതിവൃത്ത വികാസം അത്യാവശ്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. നമ്മൾ ഒരു പശ്ചാത്തലത്തിൽ കഥ പറയുമ്പോൾ അതിന്റെ കഥയുടെ വികാസം, ചുറ്റുപാട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വിശ്വാസയോഗ്യമായിരിക്കണം. അതായത് ഇപ്പൊ ഒരു നാട്ടിലെ കഥയാണെങ്കിൽ ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കണം, അല്ലാണ്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കരുത്. നിത്യജീവിതത്തിൽ അസ്വാഭാവിക സംഭവഗതികൾ നടക്കാറുണ്ടെങ്കിലും സാഹിത്യകൃതിയുടെ ഉള്ളടക്കത്തിൽ അത്തരം സംഭവങ്ങൾ കടന്നു വന്നാൽ വായനക്കാർ വിശ്വസിക്കണമെന്നില്ല. ഉദാഹരണത്തിന് ചില സിനിമകളിലൊക്കെ കാണാം, ഇങ്ങനെ ഭയങ്കര ഇപ്പൊ നായകനും വില്ലനും തമ്മിൽ ഇങ്ങനെ സംഘർഷം ഉണ്ടായി പെട്ടെന്ന് ഒരു ദിവസം വില്ലൻ ഒരു അറ്റാക്ക് വന്നങ്ങ് മരിച്ചുപോയി. അന്നേരം നമുക്ക് അയ്യേന്നായി പോകും നമ്മൾ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അതായത് ഈ നായകനും വില്ലനും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതൊന്നും ഇല്ലാണ്ട് വില്ലൻ അങ്ങ് മരിച്ചു പോകുന്നത്. അപ്പൊ നമുക്കത് തൃപ്തിപ്പെടില്ല. എനിക്കൊന്നും അങ്ങനത്തെ സിനിമ കാണുമ്പോൾ ഒട്ടും തൃപ്തമാവില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു സംഘർഷം ഇങ്ങനെ പോയി ഇതൊന്നും അല്ലാണ്ട് അയാൾ മരിച്ചുവല്ലോ. പക്ഷെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ? യെസ്, പെട്ടെന്ന് ആർക്കും എന്തും സംഭവിക്കാം, മനുഷ്യന്റെ കാര്യമാണ്. പക്ഷെ സാഹിത്യകൃതിയിലേക്കോ സിനിമയിലേക്കോ വരുമ്പോൾ നമ്മൾ അത് പഠിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. അതാണ് വായനക്കാർ വിശ്വസിക്കണമെന്നില്ല. ഇതിവൃത്തത്തിന്റെ ക്രിയാകാലം സംഭവങ്ങളിൽ ആദ്യം നടന്നത് ആദ്യം എന്ന കാലക്രമത്തിലോ ക്രമമല്ലാതെയോ ആവാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? ഇതിലൊക്കെ സിനിമ ഉദാഹരണം പറയുന്നതിന് എന്തോ നല്ലത്. ഈ പറയുന്ന സംഭവങ്ങളുടെ, ഈ കഥയിൽ നടക്കുന്ന സംഭവങ്ങളുടെ ക്രിയ നടക്കുന്ന കാലം ആദ്യം നടന്നത് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലീനിയർ ആയിട്ട് കഥ പോവാ. ഇപ്പം നടന്നത് പിന്നെ നാളെ നടന്നത് അങ്ങനെ പോവാ എന്ന കാലക്രമത്തിലോ ക്രമം ഇല്ലാതെയോ ആവാം, നോൺ ലീനിയർ ആയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാ, തിരിച്ചു വരുക, പഴയ കാലം പുതിയ കാലം അങ്ങനെയൊക്കെ കാണിക്കാലോ. അപ്പം ഒരേ കാലക്രമത്തിൽ ലീനിയർ ആയിട്ടോ ഇനി അല്ലാണ്ട് നോൺ ലീനിയർ ആയിട്ടോ കഥ പറയാവുന്നതാണ്. കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയിൽ സൂക്ഷ്മത പുലർത്തണം. കഥാപാത്രങ്ങളുടെ വ്യക്തിത്വം, സ്വഭാവം, ബാഹ്യരൂപത്തിന്റെ പ്രത്യേകതകൾ തുടങ്ങിയവയിലെല്ലാം ഈ ശ്രദ്ധ വേണം. അതെന്താ അറിയോ? നമ്മൾ ഇന്നേ കഥാപാത്രം, ഇന്നേ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളാകുമ്പോൾ അവരുപയോഗിക്കുന്ന വസ്ത്രം, അവരുടെ രൂപം, അവരുടെ കാര്യം, ഇതിലൊക്കെ സൂക്ഷ്മത വേണം. അതാ പറയുന്നത്, വിശ്വാസ്യത വേണം. വായിക്കുന്ന ആൾക്ക് വിശ്വാസം തോന്നണം, അതെ ഈ സാഹചര്യത്തിലുള്ള ആളാണ് അത് എന്നുള്ളത്. രചനയിൽ സംഭാഷണം ഉണ്ടെങ്കിൽ അത് കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാകണം. എന്ന് വെച്ചാ പിന്നെ ഇപ്പം ഞാൻ എന്റെ ക്ലാസ് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് പിന്നെ ഒരു കോഴിക്കോടൻ ടച്ച് കിട്ടുന്നുണ്ടാവും അല്ലെ? കോഴിക്കോടൻ ടച്ച്. എന്റെ വീട് കറക്റ്റ് നാദാപുരമാണ്. നാദാപുരത്തിനടുത്ത് വാണിമേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നാദാപുരം വാണിമേൽ ടച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇടക്കൊക്കെ ഇങ്ങള് ഞാള് എന്നൊക്കെ എന്റെ സംസാരത്തിൽ നിന്ന് വരും. ഓല്, ഇവല്, ഞാള് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വരും. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, അപ്പൊ ഈ സാഹചര്യത്തിൽ നിൽക്കുന്ന ഞാനാണ് ഒരു കഥയിലൊക്കെ പ്രധാന കഥാപാത്രമാണ് എങ്കിൽ ഞാൻ ചെന്നിട്ട് സംഭാഷണമായിട്ട് ശുദ്ധ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അത് കല്ലുകടിയാണ്. അതിൽ യാഥാർത്ഥ്യം ഇല്ല, റിയാലിറ്റി ഇല്ല. മലയാള സിനിമയിലൊക്കെ പണ്ട് മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു. ഏത് അവസ്ഥയിൽ ജീവിക്കുന്ന ആളും ശുദ്ധ മലയാളെ പറയും. പക്ഷെ ഇപ്പം മാറി, ഓരോ കഥാപാത്രത്തിനനുസരിച്ചിട്ടുള്ള ഡയലോഗ്സ് തന്നെയാണ് വരുന്നത്. അപ്പൊ രചനയിൽ സംഭാഷണം ഉണ്ടെങ്കിൽ അത് കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാകണം. മനസ്സിലായോ? ഇപ്പോ എന്റെ രചനയിൽ സംഭാഷണം ഉണ്ടെങ്കിൽ എന്റെ കഥാപാത്രം ഏത് നാട്ടിലാണുള്ളത്, ഏത് രീതിയിലാണ്, അങ്ങനെയൊക്കെയുള്ള ഭാഷാ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം. അവരവരുടെ സ്ലാങ്ങിലായിരിക്കണം, ശൈലിയിലായിരിക്കണം. എഴുതാൻ ഒരു തീം ഉണ്ടാവുക, അത് എഴുതിയേ തീരൂ എന്ന ആന്തരിക സമ്മർദ്ദം ഉണ്ടാവുക. ഈ ഒരു ഘട്ടത്തിൽ എഴുതി തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം. വെറുതെ എഴുതാൻ വേണ്ടി എഴുതുകയല്ല, മനസ്സിലൊരു തീം ഉണ്ടായിട്ട് മനസ്സിലിങ്ങനെ അത് എഴുതണം എന്നുള്ളൊരു ചോദന വരുമ്പോൾ, താല്പര്യം വരുമ്പോൾ എഴുതുക എന്നുള്ളതാണ്. എഴുതി കഴിഞ്ഞാൽ പലവരും അതിനെ മിനുക്കി ഒരുക്കുക, പിന്നെയും വായിച്ചു തിരുത്തി. ആദ്യഘട്ടത്തിൽ നന്നെന്ന് തോന്നിയ പല കാര്യങ്ങളും പുനർവായനയിലും പുതുക്കി എഴുത്തിലും അനാവശ്യമോ അശക്തമോ ആയി തിരിച്ചറിയും. സ്വന്തമായ ഒരു ലോകം ഭാവനയിൽ സൃഷ്ടിക്കുക, ആ ഭാവനാ ലോകത്തേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോവുക എന്ന ഇരട്ട ദൗത്യമാണ് സർഗാത്മക സാഹിത്യകാരന്മാരെ കാത്തിരിക്കുന്നത്. അപ്പൊ സർഗാത്മക സാഹിത്യകാരന്മാർ സ്വന്തമായിട്ടൊരു ലോകം ഉണ്ടാക്കണം, ആ ലോകത്തിലേക്ക് എഴുത്തിലൂടെ വായനക്കാരെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം.
അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദൗത്യമാണ് ഇവരെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവർക്ക് അത്രയൊക്കെ വലിയ ദൗത്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സർഗാത്മക രചന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്